സൂപ്പർ കാഴ്ച തന്നെയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളൊരു 2 വീലറിലൊക്കെ ഇതൊരു പാസ് ചെയ്യുകയാണെങ്കിൽ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഇവിടെയൊക്കെ എത്തുമ്പോൾ. പിന്നെ മഴ ഇന്ന് എന്തായാലും ഇല്ല. നമ്മൾ ചിലപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യാനൊക്കെ, നമ്മളെ ഉപദ്രവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളൊക്കെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചു കൊടുക്കും. ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു യാത്രയിലാണ്, അതായത് തിരുവനന്തപുരത്ത് നിന്ന് വയനാട് യാത്രയാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവയിലാണ് യാത്ര തുടങ്ങിയത്. നമ്മളിപ്പോൾ കോഴിക്കോട് അടിവാരം ടൗണിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് താമരശ്ശേരി ചുരം വഴിയാണ് നമ്മൾ വയനാട്ടിലേക്ക് എത്തേണ്ടത്. അപ്പോൾ നമുക്ക് അടിവാരത്ത് നിന്ന് താമരശ്ശേരി ചുരം വഴി വയനാട് എത്തുന്നത് വരെയുള്ള ഫുൾ വീഡിയോ നമുക്കൊന്ന് കാണാം. ഞാൻ പരമാവധി ക്യാമറ കട്ട് ചെയ്യാതെ തന്നെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അടിവാരം ടൗണാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്നാണ് താമരശ്ശേരി ചുരം സ്റ്റാർട്ട് ചെയ്യണത്. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലാണ്. ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ ചുരം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് തന്നെ പറയാം. നമുക്ക് ആദ്യം ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു വലിയൊരു ഹൈറ്റുള്ള റോഡായിട്ട് അങ്ങനെ ഫീൽ ചെയ്യണമൊന്നുമില്ല. ഒരു സാധാ റോഡ് പോലെ തന്നെയാണ്. തിരക്ക് ഞാൻ കയറുന്ന സമയത്ത് ഇപ്പോൾ തിരക്ക് അല്പം കുറവാണ്. റോഡ് അത്യാവശ്യം വീതിയൊക്കെ ഉള്ള റോഡ് തന്നെയാണ്. നല്ല റോഡ് അത്യാവശ്യമൊന്നുമല്ല, റോഡ് നല്ല വീതിയൊക്കെ ഉള്ള റോഡ് തന്നെയാണ്. ഈ നല്ല വളവുകളൊക്കെ ഉണ്ട്. ഏകദേശം 9 ഹെയർ പിൻ വളവുകളാണ് താമരശ്ശേരി ചുരത്തിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല വളവും കാര്യങ്ങളൊക്കെയാണ് യാത്രയിൽ. പിന്നെ റോഡ് ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല സൂപ്പർ റോഡൊക്കെ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇടയ്ക്ക് വാഹനങ്ങളൊന്നും നിർത്താൻ പാടില്ല. പിന്നെ നമ്മളിതുവഴി പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടെന്നുള്ള കാര്യത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും റോഡിൻ്റെ സൈഡിൽ അവർ രേഖപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു 2 വീലറിൽ താമരശ്ശേരി ചുരം കയറുന്നത്. നല്ല സൂപ്പർ കാഴ്ചയൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്ന് തിരക്ക് കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇതിനു മുമ്പ് യാത്ര ചെയ്തപ്പോഴൊന്നും ഇത്രയും റോഡിങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കണമായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഞാനിതൊരു പൂജ ഹോളിഡേ ദിവസമാണ് ഞാൻ ഈ വഴിക്ക് വരുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ തിരക്ക് കുറവാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായിരുന്നാലും ഞാൻ വന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് തിരക്ക് എന്തായാലും കുറവ് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ചുരം കയറുമ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അതായത് നമ്മൾ താഴെ അടിവാരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുണ്ടായിരുന്നൊരു
കാലാവസ്ഥ അല്ല നമ്മളിങ്ങനെ മുകളിലോട്ട് കയറി കയറി വരുമ്പോഴാണ് നമുക്കത് എന്താ പറയുക, ഒരു കാറിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഒരു സുഖം നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാലാവസ്ഥ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഇതുവഴി തന്നെ ഓടിച്ചു പോകണം. ഇതിപ്പോഴും നമ്മൾ കറക്റ്റ് 1ാമത്തെ ഹെയർ പിൻ വളവാണ്. ഇത് ഇപ്പോൾ 1ാമത്തെ ഹെയർ പിൻ വളവിൽ കൂടെയാണ് നമ്മളിപ്പോൾ കയറിയത്. നമുക്ക് ഇതൊരു പ്രശ്നമെന്നല്ല, നമ്മൾ കഴിയുന്നതും വാഹനങ്ങൾ ഇതുവഴി ഓവർടേക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതാണ്, ഏതെങ്കിലും ഒരു ലോറിയോ എന്തെങ്കിലും നമ്മൾ ഫ്രണ്ടിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഇപ്പം റൈറ്റ് സൈഡിൽ വേറെ വാഹനങ്ങളില്ലാന്ന് നമുക്ക് സിഗ്നൽ കിട്ടിയതുകൊണ്ട് നമ്മൾ കയറിയത് തന്നെ. കഴിയുന്നത് നമ്മളിവിടെ ഓവർടേക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളിവിടെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഞാനങ്ങനെ ഇതുവരെ ഒരു ബ്ലോക്ക് ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും ഒരു 2 വീലർ യാത്ര ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതായത് നമ്മളത് ഇതുവഴി ഓടിച്ച് തന്നെ അത് മനസ്സിലാക്കണം. കാരണം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്, അതായത് ഈ തണുപ്പൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിലൊരു പിക്കപ്പ് ഉണ്ട്. ഓക്കെ, അത് കയറിപ്പോകണമെന്നാണ് തോന്നുന്നത്. കയറിപ്പോയി, രക്ഷപ്പെട്ടു. പക്ഷേ ഇന്ന് വലിയൊരു കാറ്റൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. കാറ്റ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വഴിയിലൊക്കെ ചിലർ ഇറങ്ങുന്നുണ്ട് ഭക്ഷണം കഴിക്കാനും അങ്ങനെയൊക്കെ. എന്തായാലും ഇവിടം വരെ എത്തിയിട്ടും അങ്ങനെ ഒരു ബ്ലോക്ക് ഞാൻ കാണുന്നില്ല കേട്ടോ. ഇവിടെ ഒന്നും അങ്ങനെ ഒരു ബ്ലോക്ക് വന്നില്ല. ഈ നമ്മളിതിൽ ഈ ചുരം റോഡ് കയറുമ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുരങ്ങന്മാരെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഒരു കുരങ്ങനെ കാണുന്നില്ല, കണ്ടു തുടങ്ങിയില്ല. അങ്ങോട്ടുണ്ടായിരിക്കും. ഞാനീ ചുരം കയറുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 11:30 കൂടെയാണ് ഞാൻ ഇവിടെ എത്തിയത്. 11:30 ശേഷമാണ് ഇപ്പം ചുരം കയറിക്കൊണ്ടിരിക്കുന്നത്.
നല്ല വെയിൽ തന്നെ ഉണ്ട്. പക്ഷേ നമുക്കങ്ങനെ ഒരു ചൂടൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഒരു ചെറിയ ബ്ലോക്ക് ആയിട്ടുണ്ട്. ബ്ലോക്ക് വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. രക്ഷപ്പെട്ടു. അങ്ങനെ വലിയ ബ്ലോക്കൊന്നും ആയിട്ടില്ല. നമ്മളിപ്പോൾ ഏകദേശം ഒരു പകുതി ദൂരം എത്തിയിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പരമാവധി ക്യാമറ കട്ട് ചെയ്യാതെ തന്നെയാണ് ഷൂട്ട് ചെയ്യണത്. ഇത് രണ്ടാമത്തെ ഹെയർപിൻ വളവാണ്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ട ഒരു ചെറിയ സംവിധാനമുണ്ട്. പക്ഷേ പാർക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഭക്ഷണം കഴിക്കാനോ അല്ല ലഘുഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ചെറിയ ലഘുഭക്ഷണം എന്ന് പറഞ്ഞാൽ ചെറിയ ഹോട്ടലൊക്കെ ഇവിടെ ഉണ്ട്, ഈ ഭാഗത്തുണ്ട്. ഈ സ്ഥലത്ത് വാഹനങ്ങളൊക്കെ നിർത്തിയിടുന്നുണ്ട്, കാറൊക്കെ ഇവിടെ നിർത്തുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ ഹെയർപിൻ വളവാണ്. ഇപ്പം മൂന്നാമത്തെ ഹെയർപിൻ വളവ് നമ്മൾ കഴിഞ്ഞു. നമ്മൾ മുന്നോട്ട് കയറുകയാണ്. ഇതിപ്പോൾ നാലാമത്തെ വളവാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ യാത്രയിലൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ടിപ്പർ ലോറി ഇതേപോലെ പെടുകയാണെങ്കിൽ പിന്നെ രക്ഷയില്ല, പെട്ടത് തന്നെ. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ടൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാറോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു വാഹനം ഇപ്പുറത്തെ റോങ് സൈഡിൽ കയറി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റോഡും ബ്ലോക്കാവും. കാരണം ഇതിൻ്റെ സൈഡിലൊന്നും വേറെ ഒതുക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അങ്ങനെയുള്ള രീതിക്കാണ് ഇവിടുത്തെ റോഡ്. കാരണം അത്ര വീതിയുള്ളൂ. ഇതിപ്പോൾ ആറാമത്തെ വളവ് ആയിട്ടുണ്ട്.
നമ്മൾ ഈ ഭാഗത്തൊക്കെ എത്തുമ്പോഴേക്കും തണുപ്പ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടാവും. നമ്മൾ ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പാവും. ചില സമയത്ത് ഇവിടെ കോട ഇറങ്ങാറുണ്ട്, പക്ഷേ ഇന്നങ്ങനെ കോടയൊന്നും അങ്ങനെ കാണുന്നില്ല. ചിലപ്പോൾ ഈ രാവിലെ അതായത് ഒരു ഉച്ച സമയം തുടങ്ങുന്ന ടൈം ആയതുകൊണ്ടായിരിക്കും അങ്ങനെ കോടയൊന്നും കാണാത്തത്. പിന്നെയും ടിപ്പറാണ്, രക്ഷയില്ല. ടിപ്പർ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പം 7ാമത്തെ വളവിലാണ്. അങ്ങനെ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കയറാൻ പറ്റില്ല, നല്ല സ്പീഡിലോട്ട് കയറാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ ആ റോഡിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. കുരങ്ങന്മാരെയൊക്കെ കണ്ടു തുടങ്ങി. നമ്മളിതുവഴി യാത്ര ചെയ്ത് വരുമ്പോൾ ഈ പോലീസൊക്കെ കർശനമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നാണ്. അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ ചിലപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്യാനൊക്കെ, നമ്മളെ ഉപദ്രവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളൊക്കെ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക. കുട്ടികളെ ഭക്ഷണം കൊടുക്കാതിരിക്കുക. മുതിർന്നവരാണെങ്കിൽ കഴിയുമെങ്കിൽ കൊടുക്കുക. പിന്നെ ഏറ്റവും എനിക്കൊരു പറയാനുള്ള കാര്യം, കഴിവതും വാഹനങ്ങൾ നിർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളൊരു വാഹനം നിർത്തിയ അതിൻ്റെ ബാക്കിൽ സ്ഥലമില്ല എങ്കിൽ പിന്നെ ബ്ലോക്കായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു യാത്രയായിരിക്കും. ബ്ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ വാഹനങ്ങൾ നിർത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിർത്താനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നിർത്തുന്നതിൽ തെറ്റില്ലാന്ന് തോന്നുന്നു. നമ്മളിപ്പം ഏകദേശം അങ്ങ് ടോപ്പ് എത്താറായെന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മൾ ഏകദേശം ടോപ്പ് എത്താറായി കാണും. ഇതൊരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. പലരും ഇറങ്ങി ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളെന്തായാലും ഇവിടെ നിർത്തുന്നില്ല.
നമ്മളൊരു ടൂ വീലറിലൊക്കെ ഇതൊരു പാസ് ചെയ്യുകയാണെങ്കിൽ ഒരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഇവിടെയൊക്കെ എത്തുമ്പോൾ. പിന്നെ മഴ ഇന്ന് എന്തായാലും ഇല്ല. മഴയൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊരു നല്ലൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇവിടെ. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വാഹനം നമ്മുടെ ആക്റ്റീവ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഈ വ്യൂ പോയിൻ്റ് നമുക്കൊന്ന് കാണാം ഇവിടെ നിന്ന് എങ്ങനെയാണ് കാഴ്ചയെന്ന്. ഇതാണ് ആ വ്യൂ പോയിൻ്റ്. ഒരു സൂപ്പർ കാഴ്ച തന്നെയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വീണ്ടും ഒരു ടിപ്പർ ലോറിയാണ്. നമുക്ക് വേറെ വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറി. ടോപ്പിനോട് അടുക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോഴ് ഏറ്റവും ലാസ്റ്റ് എയർപിൻ വളവാണ്, 9ാമത്തെ. എന്തായാലും ഞാനിന്ന് വന്ന സമയം വളരെ നല്ല സമയമാണ്. അതായത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു കാലാവസ്ഥ, നല്ല തെളിഞ്ഞ കാലാവസ്ഥ. നമുക്ക് റോഡ് നല്ല രീതിയിൽ തന്നെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ വരുന്ന സമയത്തുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയനാട് ചെറിയ യാത്രയിൽ സൈഡിൽ കൂടെയൊക്കെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ചെറുതായിട്ട്. വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല കേട്ടോ, ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് തന്നെ വരണമെങ്കിൽ ഒരു ടൂ വീലർ യാത്ര തന്നെ പരമാവധി നിങ്ങൾ ചെയ്യാൻ നോക്കുക. ടൂ വീലറിൽ യാത്ര ചെയ്താലേ ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റൂ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വന്യജീവികളൊക്കെ ഉണ്ട്. വീണ്ടും ഒരു ടിപ്പറാണ്. നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഇതൊരു സൂപ്പർ വ്യൂ പോയിൻ്റാണ്. വയനാട് ചുരത്തിലെ ഏറ്റവും ടോപ്പിൽ കാണുന്നൊരു വ്യൂ പോയിൻ്റാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒന്ന് വണ്ടി നിർത്തിയിട്ട് നമ്മുടെ ആക്റ്റീവ ഒന്ന് നിർത്തിയിട്ട് ഈ സ്ഥലം ഞാനൊന്ന് കാണിച്ചു തരാം. താമരശ്ശേരി ചുരത്തിലെ ഏറ്റവും ടോപ്പ് വ്യൂവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിപ്പോൾ ആകാശമാണ്.
ഇതിപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് റോഡാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ നമ്മളെ ഏറ്റവും ടോപ്പ് സൈഡിലെ ആ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് റോഡാണ്. എൻ്റെ കൈയുടെ ആ ബാക്ക് സൈഡ് കാണുന്നത് ഇത് റോഡാണ്. അതായത് ഈ റോഡിൻ്റെ നേരെ താഴെ വശത്തുള്ള റോഡാണത്. പിന്നെ ദോ അങ്ങ് അറ്റത്ത് കാണുന്നതും അതും ഒരു എയർപിൻ വളവാണ്. അതിന് ഒരുപാട് താഴെയുള്ളൊരു ഇതാണ് കാണുന്നത്. പിന്നെ അങ്ങ് ബാക്കിൽ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അടിവാരം ടൗൺ ആണ് കംപ്ലീറ്റ്. ഇതാണ് ഏറ്റവും ടോപ്പ് വ്യൂ. ഇതോടുകൂടെ താമരശ്ശേരി ചുരം തീരുകയാണ്. താമരശ്ശേരി ചുരത്തിലെ കാഴ്ചകൾ. ഈ ബോർഡോടുകൂടെ കോഴിക്കോട് ജില്ല അവസാനിക്കുകയാണ്. വയനാട് ജില്ലയുടെ എൻട്രൻസ് ആണ് നമ്മളിതാ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ താമരശ്ശേരി ചുരം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.